നമസ്കാരം. നേഴ്സിംഗിനെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയായി കണക്കാക്കുന്ന ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്ത് അമേരിക്ക. UK കെയറർ വിസ, സീനിയർ കെയറർ വിസയിലുള്ള നഴ്സുമാർക്ക് PR കിട്ടുന്നതിന് 15 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയിലെ സ്വദേശവൽക്കരണം നഴ്സുമാരെയും ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സുമാർക്ക് അധികം സന്തോഷം നൽകാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ നമുക്ക് ആദ്യത്തെ ആ ന്യൂസ് ഒന്ന് നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം. നേഴ്സിംഗിനെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയായി കണക്കാക്കുന്ന ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്ത് അമേരിക്ക. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയം വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. ട്രംപ് അടുത്തിടെ പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് ലോണുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. പുതിയ നീക്കം രാജ്യവ്യാപകമായി കടുത്ത ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യുഎസിലെ നഴ്സിംഗ് സംഘടനകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിനുള്ള അർഹത പരിമിതപ്പെടുത്തുന്നത് ആരോഗ്യരംഗത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഈ വിഷയത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് നഴ്സിംഗ് സംഘടനകൾ. വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ വിദ്യാർത്ഥി വായ്പകളിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവുകൾ ലക്ഷ്യമിടുന്ന ഈ നിയമം നിരവധി വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. നഴ്സിംഗ് പോലുള്ള സുപ്രധാന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ നിഷേധിക്കുന്നത് ഭാവിയിൽ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രസിഡന്റ് ട്രംപ് ഈ വർഷം ആദ്യം ഒപ്പുവെച്ച് നിയമമാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് വിദ്യാർത്ഥി വായ്പകളുടെ കാര്യത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഈ നിയമത്തിന്റെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർണായകമായ ഗ്രേഡ് പ്ലസ് ലോണുകൾ നിർത്തലാക്കുന്നതാണ്. ഒപ്പം വിദ്യാർത്ഥികൾക്ക് കടം വാങ്ങാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ പഠനങ്ങൾക്ക് ഗ്രാഡ് പ്ലസ് ലോണുകൾ ഒരു പ്രധാന ആശ്രയമായിരുന്നു. സാമ്പത്തിക ശേഷി കുറവുള്ള ധാരാളം വിദ്യാർത്ഥികൾക്ക് ഈ വായ്പകൾ ഏറെ ഗുണം ചെയ്തിരുന്നു. ഈ വായ്പകൾ ഇല്ലാതാകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അപ്രാപ്യമാക്കും. കൂടാതെ പുതിയ നിയമം അനുസരിച്ച് പ്രൊഫഷണൽ ഡിഗ്രി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് $2 ലക്ഷം എന്ന ഉയർന്ന വായ്പാ പരിധിക്ക് അർഹതയുള്ളത്. എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ വായ്പാ പരിധി മാത്രമേ അനുവദിക്കൂ. നഴ്സിംഗ് ബിരുദങ്ങളെ പ്രൊഫഷണൽ ഡിഗ്രി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതോടെ നഴ്സിംഗ് വിദ്യാർത്ഥികളും ഈ താഴ്ന്ന വായ്പാ പരിധിക്ക് കീഴിലാവുകയും അവരുടെ പഠന ചെലവുകൾ ദുഷ്കരമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവേചനപരമായ സമീപനം നഴ്സിംഗ് പോലുള്ള പൊതുസേവന മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ്. ഈ ന്യൂസ് നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു നേഴ്സായിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന അവഗണനകൾ, അതുപോലെ തന്നെ ശമ്പളമില്ലായ്മ, ഇതെല്ലാം നമ്മൾ സഹിച്ച് അവിടെ നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല സാലറി കിട്ടും, അതുപോലെ തന്നെ സേഫ് എൻവറോൺമെൻറ്റ് നമുക്കുണ്ടാവും, നമുക്ക് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടൊക്കെ കിട്ടും, നമുക്ക് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, നല്ല ഡിഗ്നിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെസ്പെക്റ്റ് കിട്ടും. ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു യൂറോപ്യൻ കൺട്രീസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ന്യൂസ് ഇതിൻ്റെ റിയാലിറ്റി എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാര്യമാണ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. Tonight, nurses in Texas are calling for nursing to be considered a professional degree. It comes amid changes to federal student loan programs set to take effect next year. Kevin Reese spoke to the Texas Nurses Association about those impacts and the response from the Department of Education. At the height of the COVID pandemic, this was the frenzy at Parkland Hospital. Doctors and nurses scrambling to save lives in a packed COVID ward. We first heard about this, we were disappointed. A disappointment the president of the American Nurses Association shares with her fellow nurses. The recently passed One Big Beautiful bill caps federal student loans at $100,000 for graduate degrees, $200,000 for professional degrees. Nursing, even in a packed COVID ward, is not considered a professional degree. And 20 years ago, I spent $100,000 in loans to get my nursing education. So that's just not going to work in today's times. When nurses are scratching their heads and wondering, after all that the profession has done to support healthcare, to support us through COVID, and to not be considered a profession is a real blow to all of us. അപ്പോൾ നമ്മൾ ഈ കേട്ടത് ശരിയാണ്. നഴ്സിങ്ങിനെ പ്രൊഫഷണൽ ഡിഗ്രി എന്ന ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യൻ നഴ്സസ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ അമേരിക്കയിലുള്ള USA നഴ്സുമാർക്ക് ഇപ്പോൾ അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ ഡിഗ്രി നമ്മുടെ ആ ലിസ്റ്റിനകത്ത് നിന്ന് എടുത്ത് മാറ്റെന്ന് പറഞ്ഞിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരാനില്ല. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് UK നഴ്സസിൻ്റെ അവസ്ഥയാണ് കേട്ടോ. അപ്പം നമുക്കിനി അതൊന്ന് നോക്കാം. UK പാർലമെൻറ്റിൽ ഹോം സെക്രട്ടറിയായ ഷഹാന മുഹമ്മദ് കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UK കുടിയേറ്റങ്ങൾ കുറയ്ക്കുമെന്നും അതുപോലെ
അതുപോലെ തന്നെ PR-ൻ്റെ എണ്ണങ്ങൾ കുറയ്ക്കുമെന്നുമാണ് ഈ പ്രഖ്യാപനത്തിൽ പറയുന്നത്. അവരിതിൻ്റെ നിയമങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഈ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നഴ്സുമാർക്ക് 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഹോം ഓഫീസിൻ്റെ ഒഫീഷ്യൽ പേജിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ NHSE വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും മാത്രമാണ് 5 വർഷത്തിൽ PR കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രൈവറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ കുറിച്ചൊന്നും ഈ ഒഫീഷ്യൽ പേജിനകത്ത് പറഞ്ഞിട്ടില്ല. ഈ പരിഷ്കരണം ഏറ്റവും കൂടുതലും ബാധിക്കുന്നത് കെയറർ വിസയിൽ വന്നവരും അതുപോലെ തന്നെ സീനിയർ കെയറർ വിസയിലും വന്നവർക്കുമാണ്. അവർക്ക് ആദ്യം പറഞ്ഞിരുന്നത് 5 വർഷത്തിൽ PR കിട്ടുമെന്നാണ്. എന്നാൽ അത് 15 വർഷത്തിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് PR കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വർക്ക് ചെയ്തിരിക്കണം, അവർ ടാക്സസ് എല്ലാം ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇനി PR കിട്ടുള്ളൂ. അപ്പോൾ PR-ൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ സൗദി അറേബ്യയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, സ്വദേശവൽക്കരണം ഇപ്പോൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് മേഖലകളിലും മറ്റു മേഖലകളിലൊക്കെ സ്വദേശവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി മറ്റു മേഖലകളിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഹെൽത്ത് മേഖലകളിൽ ഏതാണ്ട് ഒരു 50% മേളിൽ സ്വദേശവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി 1 or 2 months മുന്നേ നമ്മുടെ റേഡിയോളജിസ്റ്റ് അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻസ് ഫിസിയോതെറാപ്പിസ്റ്റിനെയൊക്കെ സ്വദേശവൽക്കരണം നടത്തിയിട്ടുണ്ട്. സ്വദേശവൽക്കരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, അവരുടെ കൺട്രീസിലുള്ള ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഔട്ട്സൈഡിൽ നിന്ന് വേറെ കൺട്രീസിൽ നിന്ന് ആൾക്കാരെ എടുക്കത്തുള്ളൂ. അപ്പോൾ നഴ്സിങ്ങിനും ഒഫീഷ്യലായിട്ട് ഇതുവരെ സ്വദേശവൽക്കരണം വരുമെന്ന് ഇതുവരെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി വരും വർഷങ്ങളിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 100% സ്വദേശവൽക്കരണം വരുമെന്ന് പറയുന്നില്ല നഴ്സിംഗ് മേഖലയിൽ. പക്ഷേ സ്വദേശവൽക്കരണം ചിലപ്പോൾ ഒരു 50% ഇല്ലെങ്കിൽ ഒരു 70% ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ടൊന്നും വാക്കൻസീസ് അധികം വരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സ്വദേശവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പല്ല, എൻ്റെ ഒരു ചിന്ത മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നഴ്സിങ്ങിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ നിങ്ങൾ വറീഡാകേണ്ട കാര്യമൊന്നുമില്ല. നഴ്സസിന് വരും വർഷങ്ങളിലൊക്കെ വാക്കൻസീസും ഡിമാൻഡൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. നമുക്ക് രോഗികളുള്ളിടത്തോളം കാലം ഇല്ലെങ്കിൽ മനുഷ്യരുള്ളിടത്തോളം കാലം നമുക്ക് നഴ്സുമാർക്ക് ഉറപ്പായിട്ടും വാക്കൻസീസ് ഡിമാൻഡ്സ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. യൂറോപ്യൻ കൺട്രീസിൽ ഒരിക്കലും നമ്മുടെ ഡിമാൻഡിനൊരു കോട്ടം വരത്തില്ല, അത് ഉറപ്പാണ്, ഒരു സംശയമില്ല കേട്ടോ. നമുക്ക് യൂറോപ്യൻ കൺട്രീസിലും റെസ്പെക്റ്റും കിട്ടും, നമ്മൾ വർക്ക് സേഫ് ആയിരിക്കും, എല്ലാം നമുക്കുണ്ടാവും, സാലറി ഒക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വറീഡാവേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.